PCOD പേഷ്യൻസ് ക്ലിനിക്കിൽ വരുമ്പോഴേ പലപ്പോഴും അവരുടെ കൂടെയുള്ള ആളുകൾ കംപ്ലയിൻറ്റ്സ് പറയുന്ന പോലെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഈ PCOD ഉള്ള ആൾ ഭയങ്കര വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടാണ് അവൾ മെലിയാത്തത്, അല്ലെങ്കിൽ ഭയങ്കര കഴിക്കലാണ്, എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്, അതുകൊണ്ടാണ് അവൾ ഇത്രയും വണ്ണം വെച്ചിരിക്കുന്നത്. ഡോക്ടർ അവളുടെ കോലം കണ്ടില്ലേ, അവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര മടിയാണ്, അലസതയാണ്, ഒന്നും ചെയ്യില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ കിടക്കുക. ഇനി പുറത്തൊക്കെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, ഒന്നിനൊരു ഉന്മേഷമില്ല എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഇവരുടെ സ്വഭാവ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മടി കാരണം അവരുടെ ഒരു പേഴ്സണാലിറ്റി പ്രശ്നമായിട്ടാണ് ആളുകൾ ഇതിനെ കാണാറുള്ളത്. ആക്ച്വലി ഇതെല്ലാം PCODയുടെ തന്നെ സിംറ്റംസ് ആണ്. PCODയുടെ ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ്, അതായത് മെൻസസിലെ പ്രശ്നങ്ങൾ, ഈ രോമ വളർച്ച, താടിമീശ പോലെയൊക്കെ സ്ത്രീകൾക്ക് രോമങ്ങൾ ഉണ്ടാവുക, കഴുത്തിന് പിന്നിൽ കറുപ്പ് നിറം ഉണ്ടാവുക, അമിതവണ്ണം ഉണ്ടാവുക, ഇത്തരം ഫിസിക്കൽ സിംറ്റംസിനെ കുറിച്ച്, മുഖക്കുരുകളെക്കുറിച്ച് ഇതൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. PCOD ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതറിയാം. പക്ഷേ PCODയുടെ കൂടെ ഉണ്ടാകുന്ന ഈ ഒരു മെൻ്റൽ സിംറ്റംസ് പലപ്പോഴും ആളുകൾക്ക് അറിയാറില്ല. ഈവൻ PCOD രോഗിക്ക് പോലും ഇത് PCOD കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് അവർക്കും അറിയാൻ പറ്റാറില്ല, അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് PCOD പേഷ്യൻസിനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പം ആളുകൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് പറയുന്നത്. PCODക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെൻസസ് പ്രശ്നത്തിനൊക്കെ അപ്പുറത്ത് ഒരുപാട് മെൻ്റൽ സിംറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേസിനെസ്, അലസത. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയൂല, ഫുൾ ടൈം കിടക്കാനാണ് തോന്നുന്നത്, എപ്പോഴും കിടന്നാൽ മതിയെന്ന് തോന്നുക. ഈ ഒരു ലേസിനെസ്, അലസതയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും. ലേസിനെസ്സും ക്ഷീണവും കൂടി ആകുമ്പോൾ തന്നെ അന്നത്തെ ദിവസം പോക്കായിരിക്കും. ഇങ്ങനെ ഒരു ദിവസമല്ല, റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെയായിരിക്കും ഇവരുടെ ഒരവസ്ഥ. പിന്നെ പുറത്തിറങ്ങാനൊക്കെ പല ആളുകൾക്കും മടിയുണ്ടാവും. അതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ ഈ ഒരു ഉന്മേഷക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാവും. മാത്രമല്ല അധിക PCOD പേഷ്യൻസും ഒബീസായിരിക്കും, നല്ല തടിയുള്ള ആളുകളായിരിക്കും. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് നിന്ന് ഈ തടി പറഞ്ഞിട്ടുള്ള ബോഡി ഷേമിങ് ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ മിക്കവാറും കേസസിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. അതായത് സ്ത്രീകളിലെ വന്ധ്യതയുടെ ഒരു 40% റീസണും PCOD ആണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പിന്നീട് ഫങ്ഷൻസിനൊന്നും പോകാണ്ടാവും. അതായത് കല്യാണം, കുടുംബത്തിലുണ്ടാകുന്ന മുടികളച്ചിൽ, അല്ലെങ്കിൽ വീട് താമസിക്കുന്നത്, അങ്ങനത്തെ ഒരു പരിപാടിക്കും ഇവർ പോകാണ്ടാവും. കാര്യം എവിടെ ചെന്നാലും മിനിമം ഒരു 4-5 അമ്മായിമാരെങ്കിലും ഇത് ചോദിക്കുന്നവരുണ്ടാവും. എന്താണ് കാണിച്ചില്ലേ, ഡോക്ടറെ കാണിച്ചില്ലേ, ഇന്ന സ്ഥലത്തൊരു ഡോക്ടറുണ്ട്, പോയി കാണിച്ചൂടെ, ആർക്കാണ് പ്രശ്നം, എന്താണ് പ്രശ്നം, ഇന്ന ടിപ്സ് ചെയ്താൽ മതി, ഇത് മാറും, ഇങ്ങനത്തെ ഉപദേശങ്ങളും ഇങ്ങനത്തെ ചോദ്യങ്ങളും കേട്ടിട്ട് ഇവർക്ക് സ്വൈര്യക്കേടായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഫങ്ഷൻസിന് പോകാൻ ഇവർ മടിക്കുന്നത്. പുറത്തിറങ്ങാനും ഇവർക്ക് ആ ഒരു കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകും. ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, എന്നെ കാണാൻ ബോറായിരിക്കും, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ മുഖത്ത് നിറയെ കുരുക്കളാണ്, എനിക്ക് കുറേ ഇങ്ങനെ രോമവളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഞാൻ മൊത്തത്തിലൊരു ബോറാണ് എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാനൊരു കൊള്ളാത്ത ആളാണെന്നുള്ളൊരു ഫീലിങ്സ് PCOD പേഷ്യൻസിന് അവരുടെ സിംറ്റംസ് കാരണം, അവരുടെ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ PCODക്കാരെ പറ്റി എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് ഇവർ ഭയങ്കര കഴിച്ചിട്ടാണ് തടി വെക്കുന്നതെന്ന്. ആക്ച്വലി PCODയിൽ ഒന്ന് എത്ര തടി കുറക്കാൻ ഇവർ ശ്രമിച്ചാലും, അതായത് ഡയറ്റ് എടുത്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താലും PCODയിലുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസിൻ്റെ കൂടിയും ഹെൽപ്പ് വേണ്ടി വരും. ഹോമിയോപ്പത്തിക് മെഡിസിൻസിന് നിങ്ങൾ നല്ല രീതിയിൽ PCOD കുറക്കാനും അതിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് ശരിയാക്കാനും വണ്ണം കുറക്കാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വെറുതെ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല PCODയിൽ ഈ ഒരു അമിതവണ്ണം ഉണ്ടാകുന്നത്. PCODയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങളുണ്ട്. പുരുഷ ഹോർമോണുകളായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ കൂടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥ ബോഡിയിലുണ്ടാകും, സ്ത്രീ ഹോർമോണായിട്ടുള്ള എസ്ട്രോജനൊക്കെ വളരെ കുറവായിരിക്കും, LH FSH ഇതിലൊക്കെ വേരിയേഷൻസ് വരും. അതുകൊണ്ടാണ് ഇവർ തടി വെക്കുന്നത്. മാത്രമല്ല PCOD മൊത്തത്തിലൊരു ഇൻഫ്ലമേറ്ററി സിറ്റുവേഷൻസ് നമ്മുടെ ബോഡിയിലുണ്ടാക്കും. ആ ഒരു ഇൻഫ്ലമേറ്ററി എൻവയോൺമെൻറ്റും ഇവരുടെ വെയിറ്റ് ഗെയിന് പെട്ടെന്നാക്കും. പിന്നെ ക്രേവിങ്സ് ഉണ്ടാവും. അതായത് ലേറ്റ് നൈറ്റിൽ പലപ്പോഴും ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നുക, ഇടയ്ക്ക് ആഹാരങ്ങൾ കഴിക്കാൻ തോന്നുക, ഷുഗർ ക്രേവിങ്സ് ഒക്കെ PCODയുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും സ്ട്രെസ്സിലൂടെ PCOD പേഷ്യൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനും ചില ആളുകൾ സ്ട്രെസ് ഈറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇവർ വെയിറ്റ് കുറയാത്തത്. അപ്പോൾ വീഡിയോ കാണുന്ന PCOD
രോഗികളോടും PCOD രോഗമുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആളുകളോടും, അത് പാർട്ട്നേഴ്സ് ആവാം, ഹസ്ബൻഡ്സ് ആവാം, അല്ലെങ്കിൽ പേരൻസ് ഒക്കെ ആവാം. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ഇവർക്ക് ഫിസിക്കൽ സപ്പോർട്ട് മാത്രം കൊടുത്താൽ പോരാ, പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ട് കൂടി കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PCODയിൽ. ഇവരെടുക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് യോഗ ചെയ്യാവുന്നതാണ്. യോഗ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും PCODയിൽ. മെൻസസ് കറക്റ്റാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ രണ്ടാമത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റെഗുലറായിട്ടുള്ള എക്സസൈസും സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ട്രസ്റ്റ് മീ, എക്സസൈസ് നിങ്ങളുടെ ലൈഫിൽ, PCODക്കാരുടെ ലൈഫിൽ മിറാക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. നമുക്ക് ഓൾറെഡി ഒരു ഇനാക്ടിവിറ്റീൻ്റെ പ്രശ്നം കൊണ്ടാണ് PCOD വന്നത്. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ ബോഡി മൂവ് ചെയ്തേ പറ്റൂ. ഇനി ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ കുറച്ച് കാലങ്ങളിലൊക്കെ നല്ല പ്രയാസമായിരിക്കും, നല്ല വേദനയും കാര്യങ്ങളുണ്ടാവും, മടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്ന് മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ ആദ്യത്തെ ദിവസം തന്നെ അരമണിക്കൂർ ചെയ്യണമെന്നില്ല. ഇന്നൊരു 10 മിനിറ്റ് ചെയ്തപ്പോഴത്തേക്കും ടയർഡായി, നിങ്ങൾ നിർത്തിക്കോ, നോ പ്രോബ്ലം. അടുത്ത ദിവസം മടി പിടിച്ച് നിൽക്കാതിരുന്നാൽ മതി. വേദനയുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ലല്ലോ, വേണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ ഞാൻ മതി. അടുത്ത ദിവസം പോവാം, അത് 20 മിനിറ്റ്സ് ആക്കാം. അതിൻ്റെ അടുത്ത ദിവസം പോവാം, 25 മിനിറ്റ്സ് ആക്കാം. അതിൻ്റെ അടുത്ത ദിവസം പോവാം, 30 മിനിറ്റ്സ് ആക്കാം. അങ്ങനെ പതുക്കെ ഒരു 35 മിനിറ്റ്സിലേക്കോ 40 മിനിറ്റ്സിലേക്കോ ഒക്കെ അത് കൊണ്ടുവന്നാൽ മതി. ഭയങ്കര ഇമോഷണലാണ് ഇവള്. എന്ത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേഗം കരയും, ദേഷ്യം പിടിക്കും. എന്നോടിപ്പം ഭയങ്കര ദേഷ്യമാണ് ഡോക്ടർ എന്ന് പറയുന്നത് ആളുകൾ ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ ഇവർ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്തോ പാപ്പായുടെ അടുത്തൊക്കെ ആയിരിക്കും. അതും ഈ പറഞ്ഞ പോലെ PCODയുടെ തന്നെ ഒരു സിംറ്റമാണ്. അവർ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒരു സ്ട്രെസ് ഇമോഷണലായിട്ടുള്ള, ഇവർ ഡ്രാമാറ്റിക് ആവാൻ ട്രൈ ചെയ്യുന്നതല്ല. ആക്ച്വലി അവരുടെ അത്രയും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് ഈ ഒരു ഇമോഷണൽ ആകുന്ന പ്രശ്നം ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ PCOD എന്താണ്, ഇതിനെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ കുറേ മുന്നേ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. PCOD ഓൾറെഡി ഡയഗ്നോസ് ആയി ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് മുമ്പേ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും PCODക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യുക. PCOD മാറില്ല എന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്, പക്ഷേ PCOD മാറും. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറില്ല, എന്താ പറയുക, നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ചോറ്. ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് തന്നെ കഴിച്ചുകൊണ്ടുള്ള ഡയറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്. 100% ചോറ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ടൊന്നും മലയാളികൾക്ക് ഒരുപാട് നാൾ പിടിച്ചേക്കാൻ പറ്റില്ല. PCODയുടെ ഡയറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് കൊടുക്കാറുള്ളത്. ഡെഫിനറ്റായിട്ടും ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാവാറുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിനോട് പറയും. എക്സസൈസ് ചെയ്യാൻ പറയും. യോഗ പറ്റുമെങ്കിൽ യോഗ ചെയ്യാൻ പറയും. അപ്പോൾ ഈ എക്സസൈസും ഡയറ്റും അതോടൊപ്പം ഉറക്കെന്ന് പറയുമ്പോൾ രാവിലെ 6 മണിക്ക് ശേഷം ഉറങ്ങരുത്, രാത്രി 10 മണിക്ക് ശേഷം ഉറങ്ങാണ്ടിരിക്കുകയും ചെയ്ത് രാത്രി 10 to 6 എന്തായാലും ഉറങ്ങണം എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം കൃത്യമായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കാം. ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3-4 മന്ത്സിൽ മെഡിസിൻസ് നിർത്താൻ പറ്റും എന്നുള്ളത് ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. ഈ 3-4 മന്ത്സ് എന്ന് പറയുമ്പം എന്താണ് അതിൽ നോട്ട് ചെയ്യാമെന്നറിയാം. നമ്മൾ ഇപ്പം മാസങ്ങളോളം പിരിച്ച് കിട്ടാത്ത ആളുകളാണെങ്കിൽ 3-4 മന്ത്സിലൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. കുറച്ചും കൂടി നാളൊക്കെ കഴിക്കേണ്ടി വരും. സാധാരണ പിരിച്ച് വരുന്നുണ്ട്, അതിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അതായത് വളരെ ബ്ലീഡിങ് കുറവ് അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ നിൽക്കാത്ത ആളുകൾക്ക് അവർക്കൊക്കെ മിക്കവാറും ഈ 3-4 മന്ത്സിൽ എന്തായാലും നിർത്താൻ പറ്റും. അവരുടെ അടുത്തൊക്കെ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസം റെഗുലറായിട്ട് പിരിച്ച് കിട്ടാം. അതായത് ഓൺ ഡേറ്റ് അല്ലെങ്കിൽ അതിനൊരാഴ്ച മുന്നിലേക്കോ പിന്നിലേക്കോ പിരിയഡ്സ് കിട്ടാം. ആവുന്ന പിരിയഡ്സിൽ പ്രോപ്പറായിട്ടൊരു ബ്ലീഡിങ്, നോർമലായിട്ടുള്ളൊരു ബ്ലീഡിങ് കിട്ടാം. ഇങ്ങനെയുള്ള ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങൾ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇതുപോലെ പിരിയഡ്സ് കിട്ടി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മെഡിസിൻസ് നിർത്താമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സിബിൾ ആണോ എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ കാണുന്ന മറ്റൊരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന 95% PCOD കേസിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ കൂടെ എടുക്കേണ്ടി വരും. ഇതിൽ PCOD പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളൊരു കാര്യമാണ്, ഡോക്ടറെ ഞങ്ങൾ മെഡിസിൻസ് ഒരു 6 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്, PCOD മാറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പിന്നെയും പീരിയഡ്സ് വരുന്നില്ല. ഒരു 6 മാസം മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും ഹോർമോൺ ഗുളികളാണ് ഇത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോർമോൺ പിൽസ് എടുക്കുന്ന സമയത്ത് ബ്ലീഡിങ് കിട്ടും.
അപ്പം അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺസാണ് സപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് ഹൈ ആക്കി നിർത്തിയിട്ട് ആ മെഡിസിൻസ് ഒറ്റയടിക്ക് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് കിട്ടും. അത് നോർമൽ മെൻസസ് അല്ല, ഹോർമോണൽ ബ്ലീഡിംഗ് ആണ്. ആ മരുന്നിൻ്റെ എഫക്റ്റിൽ മാത്രം ഉണ്ടാകുന്ന ഹോർമോണൽ ബ്ലീഡിങ് മാത്രമാണത്, അത് നോർമൽ പീരിയഡ്സ് അല്ല. അപ്പോൾ നമ്മൾ 6 months പിൽസ് എടുക്കുന്ന സമയത്ത് 6 months നമുക്ക് പീരിയഡ്സ് ആകും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, PCOD മാറി എന്നുള്ളതാണ്. PCOD അവിടെ മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ആ 6 monthsലും കിട്ടിക്കൊണ്ടിരുന്നത് ഹോർമോണൽ ബ്ലീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിച്ചിട്ട് ഒരിക്കൽ മാറി വീണ്ടും വരില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടാവും അല്ലേ? വരും. എപ്പോൾ എന്നറിയോ? നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ യാതൊരു കൺട്രോളും ഇല്ലാണ്ടാവുക. അതായത് തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, നമ്മൾ ആഹാരം ഒരു നിയന്ത്രണവും ഇല്ലാതെ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കഴിക്കുക. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞ പരിപാടി നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ PCOD നിങ്ങൾ ഹോമിയോ മരുന്നെന്നല്ല എന്ത് മരുന്ന് കഴിച്ച് മാറിയാലും അത് വീണ്ടും വരും. അതേസമയം നിങ്ങൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് എടുക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 months നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് പീരിയഡ്സ് കിട്ടി, നമ്മളെ മെഡിസിൻസ് നിർത്തി, നിങ്ങൾക്ക് അപ്പോഴും അതിനുശേഷവും നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡയറ്റ് പ്ലാൻ സ്ട്രിക്റ്റായിട്ട് അത് തന്നെ ഫോളോ ചെയ്യണമെന്നല്ല, ഏറെക്കുറെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് പ്ലാനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഉറക്കത്തിന് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്ത്, അതായത് ഈ 10 to 6 ഉറങ്ങുക എന്നുള്ളൊരു പാറ്റേൺ കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് അരമണിക്കൂർ ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചു വരില്ല. ട്രസ്റ്റ് മീ, ഇത് തിരിച്ചു വരില്ല. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. സ്ട്രെസ് എല്ലാവർക്കും വരും. സ്ട്രെസ് ഇല്ലാത്ത ലൈഫൊന്നും ആർക്കും പോസിബിൾ അല്ലെന്നേ. എല്ലാവരുടെ ലൈഫിലും അവരവരുടേതായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ട്, ടെൻഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. നമ്മളെല്ലാ സ്ട്രെസ്സിനെയും ആവാഹിച്ചെടുത്ത് നമ്മുടെ ബോഡി എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു പ്രഷർ കുക്കറാക്കി മാറ്റാണ്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല, ലൈഫിൽ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് മറ്റുള്ളവർ, നമ്മളുടെ ചുറ്റിലുള്ള ആളുകളിൽ നിന്നായിരിക്കും പലപ്പോഴും, നമ്മുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് പലപ്പോഴും ഈ സ്ട്രെസ്സ് വരുന്നത്. അതിനെല്ലാം മാറ്റിയിട്ട് എനിക്ക് യാതൊരു സ്ട്രെസ്സില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. സമയം നമുക്ക് മറ്റുള്ളവരെ മാറ്റാനും പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നതാകെ നമ്മളെയാണ്, നമ്മുടെ ചിന്തകളെയാണ്, നമ്മൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് അതൊരു പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ, ഈ 2 കാര്യങ്ങളും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മരുന്നിൻ്റെ അപ്പുറത്ത് PCODക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഏറ്റവും ആദ്യത്തേത് സിനമൺ ടീ ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും പറയാറുണ്ട്. നമ്മുടെ ഈ കറുവപ്പട്ടയില്ലേ, അത് ഉണക്കി പൊടിച്ച ശേഷം ഒരു ഡബയിലാക്കി വെക്കുക. ഒരു 1/4 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് അത് ചൂടാറ്റിയിട്ട് കുടിക്കുക. മധുരം ആഡ് ചെയ്യരുത്. എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറക്കാൻ, PCODക്കാരുടെ വണ്ണം കുറക്കാൻ, മെയിൽ ഹോർമോൺസിനെ കുറക്കാൻ, ഫീമെയിൽ ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് നല്ല ഒരു റെമഡിയാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യാം. ഇതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റ് 2 കാര്യങ്ങളാണ്. ഒന്ന് ജിഞ്ചർ ടീ, അതായത് വൈകിട്ട് ചായ കഴിക്കുമല്ലോ, അതിന് പകരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 1 ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ചൂടാറ്റിയിട്ട് അത് കുടിക്കുക. അതും PCODയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെയൊക്കെ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ചിയാ സീഡാണ്. 1/2 ടീസ്പൂൺ വരെയൊക്കെ മാക്സിമം നമുക്ക് കഴിക്കാവുന്നതാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഒരു 2 hours എങ്കിലും സോക്ക് ചെയ്തിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഫ്ലാക്സീഡ് അതുപോലെ നമുക്ക് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം. അതിന്ന് 1/2 ടീസ്പൂണും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് റെഗുലറായിട്ട് കഴിക്കുന്നതും PCODക്കാർക്ക് നല്ലതാണ്. അപ്പോൾ PCODയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ PCODയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.